സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നമുക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിത്യജീവിതം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് വരാൻ, സാമ്പത്തികമായി വളരെ ഞെരുക്കം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആ സാമ്പത്തിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ വേണ്ടി, നിരവധി കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഒരു പ്രഭാഷണം എന്നതിലുപരി ഒരു കർമ്മമാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കൊരു ധനവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഐശ്വര്യപരമായിട്ട് നമ്മൾ താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അത് ഇല്ലാതെയായി നല്ല രീതിയിൽ മുകളിലേക്ക് ഉയർന്നു വരണം. അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കർമ്മമാണ് ലക്ഷ്മി കുബേര പൂജ. ഈ ലക്ഷ്മി കുബേര പൂജ നമ്മൾ വീട്ടിൽ ചെയ്യാം. അപ്പോഴാണ് പലർക്കും സംശയം, അയ്യോ ഈ ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ എനിക്കറിയില്ലല്ലോ എന്നൊരു സംശയം. അല്ലാതെ നമുക്ക് സാധാരണ ഉണ്ടാവുമല്ലോ, എനിക്കറിയില്ല. മാത്രമല്ല, ഈ പൂജ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സാധന സാമഗ്രികളൊക്കെ വേണ്ടേ. അപ്പോൾ ആ സാധന സാമഗ്രികൾക്ക് നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കും? ഉദാഹരണത്തിന് ഇപ്പം വിദേശത്താണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ല മറ്റേതെങ്കിലും സ്ഥലത്താണ്, ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും എന്നൊരു സംശയം വരും. പിന്നെ ചില ആൾക്കാരെ സംശയം എന്താണ്, മത്സ്യമാംസാദികളെല്ലാം കഴിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇത് ചെയ്താൽ ശരിയാകുമോ, അങ്ങനൊരിത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇതെല്ലാം നമുക്കങ്ങോട്ട് മാറ്റി. ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയില്ല. എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു പ്രഭാഷണം ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ലക്ഷ്മി കുബേര പൂജ എല്ലാവർക്കും ചെയ്യാം, ജാതി വിഷയമല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മത്സ്യമാംസാദികൾ കഴിച്ച് വ്രതമെടുക്കണോ, അങ്ങനെ വ്രതമൊന്നും വേണ്ട. ശരീരശുദ്ധി വരുത്തുക. ഇപ്പം മത്സ്യം കഴിച്ചതാണെങ്കിൽ നമ്മൾ എടുക്കുക, അതിനുശേഷം കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ കരുതേണ്ടത്? ഒരു പൂജയല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലക്ഷ്മി കുബേര പൂജയാണ്. ലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യമാണ്. കുബേരൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെ അധിപനാണ്. ഐശ്വര്യമുള്ളിടത്തേ എന്തുണ്ടാവുകയുള്ളൂ? ധനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഒരേ സമയം പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോഴെന്താണെന്നറിയാം, ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണണം. കുറച്ച് ലെങ്ത് ഉണ്ടാവും, അപ്പോൾ ക്ഷമയോടുകൂടി ഈ വീഡിയോ കാണുക. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ അത്ര റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ പറയാം, ആദ്യം നോട്ട് ചെയ്യുക. നമുക്ക് എന്നിട്ടില്ല നമ്മളെ കർമ്മത്തിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 108 നാണയം വേണം. നാണയം നിങ്ങൾക്ക് ഏതാണോ, 10-ൻ്റെതാണ് 10-ൻ്റെ എടുക്കുക, 5-ൻ്റെതാണെങ്കിലും ഉത്തമം. ഇല്ല 1 രൂപയുടെ ആയാലും വിഷയമില്ല, നാണയം എടുക്കുക. 5-ൻ്റെതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതെന്ന് അർത്ഥം. അപ്പോൾ 108 വേണ്ടത്. ഗൾഫുകാർക്ക് ബുദ്ധിമുട്ടില്ല, വിദേശത്തിലെ ആൾക്കാരായാലും ബോംബെക്കാർക്കായാലും നാട്ടിലില്ലാത്ത ആൾക്കാർക്കായാലും നാണയം സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഗൾഫുകാർക്കാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഈ നാണയമല്ലല്ലോ എന്നായിരിക്കും ചിന്ത. ഈ നാണയം അല്ലെങ്കിൽ അവിടുത്തെ നാണയമായാലും മതി, കേട്ടല്ലോ. നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ നമുക്ക് നടത്താം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫോട്ടോസ് വേണം. അതൊന്ന് നമ്മുടെ ഈ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ തന്നെയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അരികിൽ കുബേര നിൽക്കുന്ന അല്ലെങ്കിൽ വൈശ്രവണം നിൽക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത്. ഇല്ലെങ്കിൽ ഈ 2 ഫോട്ടോയും ചേർത്ത് വെക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം. അപ്പോൾ ലക്ഷ്മിയുടെ ഫോട്ടോ വേണം, കുബേരൻ്റെ ഫോട്ടോ വേണം. പിന്നെ വേണ്ടത് എന്താ, ധന്വന്തരി മൂർത്തിയുടെ ഫോട്ടോ വേണം. അയ്യോ, അത് ഇതുവരെ കേട്ടിട്ടേ ഇല്ല. ധന്വന്തരി മൂർത്തിയാണ്. ധന്വന്തരി മൂർത്തി എന്ന് കേട്ടിട്ടില്ല, പക്ഷേ അവരുടെ ഫോട്ടോ എങ്ങനെ കിട്ടുക? ഒരു വിഷമവുമില്ല. ധന്വന്തരി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. അമൃത കലശവുമായി നിൽക്കുന്ന, ഏത് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും പൊങ്ങി വന്നില്ലേ, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം തന്നെയാണത്. ശ്രീകൃഷ്ണനെ പോലെ ഒരു അവതാരമാണ് ധന്വന്തരമൂർത്തി. അതില്ലെങ്കിൽ ലക്ഷ്മിയും നാരായണനും ഒന്നിച്ചുള്ള ഫോട്ടോ ആയാലും മതി. ഇനിയോ
ശിവപാർവതിമാരുടെ ഒരു ഫോട്ടോ, കൂടാതെ ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ വേണം. ഈ ഫോട്ടോകൾക്ക് ആണ് വേണ്ടത്. ഇതുകൂടാതെ ഈ ഫോട്ടോയിൽ മാലയും കൂടി ഉണ്ടെങ്കിൽ ഉത്തമം. മാല ചാർത്താൻ പറ്റുമെങ്കിൽ കുറച്ച് കൂടുതൽ പുഷ്പം വേണം. അത് പുഷ്പം ആവാം, ഇലയാവാം. ഇനിയിപ്പോൾ നമ്മൾക്ക് പുഷ്പങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ ചെയ്യുന്നിരിക്കട്ടെ, ഇല മതി. ഇല എന്ന് പറയുമ്പോൾ കൂവളം ഇലയാണല്ലോ, അതുപോലെ തന്നെ തുളസി ഇലയാണല്ലോ. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ നല്ല ശ്രേഷ്ഠമായ നല്ല ഒരു ഇതുള്ള അത് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പൂവായാലും വേണ്ട, ഇലയായാലും വേണ്ട, പൂക്കളാണെങ്കിൽ ഉത്തമം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എടുക്കുക. പിന്നെയോ അരി വേണം. അരി എല്ലാ സ്ഥലത്തും കിട്ടും. ഭക്ഷണം വെക്കുന്നതാണ്, അതുകൊണ്ട് അരി കിട്ടാതിരിക്കില്ല. ഉണങ്ങലരിയാണ് നമുക്ക് പറ്റുന്നത്. ഇല്ല എങ്കിൽ പച്ചരി എടുക്കാം. നിലവിളക്ക്, അതാണ് നമുക്ക് കുറച്ചൊരു പ്രയാസം തോന്നുക. എവിടെ? നിലവിളക്ക് നമ്മൾക്കിപ്പം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നിലവിളക്ക് ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലപ്പം കിട്ടുമായിരിക്കും. അപ്പോൾ നിലവിളക്ക് അവിടെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ കുബേര വിളക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ 2 എടുക്കുക. മറ്റേതാകുമ്പോൾ 1 ഉണ്ടെങ്കിലും അതിന് 1 കൂടുതലോ ആയാലും വിഷമമൊന്നുമില്ല. കൂടുതൽ എത്ര 4 5 ആയാലും വിഷയമൊന്നുമില്ല. അപ്പോൾ ആ വിളക്ക് എടുക്കുക. നിലവിളക്കുണ്ടെങ്കിൽ ഉത്തമമായി. അപ്പോൾ ഈ വിളക്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പശു നെയ്യ്, അതാണ് ഇതിൽ വേണ്ടത് പ്രധാനമായിട്ട്. പിന്നെയോ ചന്ദനത്തിരി, അതെല്ലായിടത്തും കിട്ടും. അതുപോലെ തന്നെ തളിക വേണം. 2 തളിക. തളികയില്ലേ, പ്ലേറ്റ് എടുത്താൽ മതി. നമുക്ക് ഉണ്ടെങ്കിൽ തളിക, അല്ലെങ്കിൽ പ്ലേറ്റ് എടുക്കുക. കർപ്പൂരം വേണം. കർപ്പൂരം ഒഴിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കർപ്പൂര തട്ട് വേണം. ഇതില്ലെങ്കിലോ ഒരു ചെറിയ പ്ലേറ്റ് കുറച്ച് ഭസ്മം ഇട്ടിട്ട് അതിൽ കർപ്പൂരം വെച്ചിട്ട് നമുക്ക് ആരതി ഒഴിയാം. പിന്നെ ഭഗവാന് സമർപ്പിക്കാനുള്ള നിവേദ്യം വേണം. അയ്യോ, നിവേദ്യം ഉണ്ടാക്കുക, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വിഷമില്ല. നിവേദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്ത് നിവേദിച്ചാലും മതി. ഒരു പഴായാലും മതി. ഇനി അവലും ശർക്കരയാണോ, അത് മതി. അതൊന്നും കിട്ടാണ്ടിക്കില്ല. അപ്പോൾ നിവേദ്യം വേണമെന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഹവ്യം ഉണ്ടാക്കണമെന്നോ, അതൊന്നും വേണ്ട. നിങ്ങൾ പഴമെങ്കിൽ പഴം, അത്രയും വേണ്ട. കിണ്ടി ഇല്ല എങ്കിൽ നമ്മൾ ചെറിയൊരു പൂജാപാത്രമുണ്ട്, ഉദ്ധരണി അടക്കമുള്ളത്, അത് ഉപയോഗിക്കുക. അങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുന്ന ചെറിയൊരു പാത്രത്തിൽ. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി. ഇതന്നെ വേണമെന്നില്ല, ഒരു ഗ്ലാസ് ആയാലും മതി എന്നർത്ഥം. മരത്തിൻ്റെ പീഠം വേണം. ഈ ഫോട്ടോകളൊക്കെ വെക്കാനാണ്. ഫോട്ടോ ഇല്ലാതിരിക്കല്ല, പീഠമില്ലാതിരിക്കട്ടെ. പീഠമില്ല എങ്കിൽ നല്ലൊരു പട്ട് വിരിച്ച് നല്ലൊരു കട്ടിയിൽ നല്ല വിരിച്ചിട്ട് നല്ല ലെവലാക്കുക, അത് മതി. പിന്നെയോ അത് ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചപാത്രം എന്ന് വെച്ചാൽ കിണ്ടിക്ക് പകരം പഞ്ചപാത്രവും ഉദ്ധരണി, അതില്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചുരുങ്ങിയത് നമ്മൾ കയ്യിൽ കരുതുക. അപ്പോൾ നമുക്കില്ലെങ്കിലും പകരം എന്ത് വേണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ കർമ്മം നമ്മൾ ചെയ്യുന്നതിന് മുൻപ് വീടും പരിസരവും വളരെ ശുദ്ധിയാക്കണം. എന്തുകൊണ്ടാണ്? അവിടെ കയറി വരേണ്ടത് മഹാലക്ഷ്മിയാണ്. അവിടെ കയറി വരേണ്ടത് ധനത്തിൻ്റെ അധിപനായിട്ടുള്ള കുബേരനാണ്. മാലിന്യമാണോ, അശുദ്ധിയുള്ള സ്ഥലമാണോ, അവിടേക്ക് വരില്ല. അവിടെ വരേണ്ടതാരാ? ജ്യേഷ്ഠയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കാൻ മറക്കരുത്. ഈ ഒരു പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് പറയുന്നത് കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13ാമത്തെ ദിവസമാണ്. അന്ന് ധൻ ത്രയോദശിയാണ്. ധൻ ത്രയോദശി ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് മുതൽ 48 ദിവസം ചെയ്യുകയാണെങ്കിൽ ഉത്തമമായി എന്നർത്ഥം. പറഞ്ഞിട്ട് ദിവസം മാറിപ്പോകരുത്. ഏതാണ്? കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13ാമത്തെ ദിവസം. ആ ദിവസം ചെയ്യുമ്പോൾ വളരെ പവർ കൂടുതലാണ് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ. ഇനി ആ ദിവസം വരെ ഒന്ന് കാത്തിരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അത്രയേറെ ദുരിതമാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടോ? ടെൻഷൻ അടിക്കണ്ട. ഏതെങ്കിലും നല്ലൊരു വ്യാഴാഴ്ച നോക്കിയിട്ട് ചെയ്യാം. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ദേവിക്കും പ്രിയപ്പെട്ടതാണ്. ദേവിക്ക് വെള്ളിയാഴ്ച ആണെങ്കിലും ലക്ഷ്മി നാരായണന് ഏറ്റവും പ്രിയപ്പെട്ടത് വ്യാഴാഴ്ച തന്നെയാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമ്മൾക്ക് തുടങ്ങാൻ പറ്റും. പിന്നെയോ ഈ വ്യാഴാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് 48 ദിവസമാണ് ഈ ഒരു പൂജ ചെയ്യേണ്ടത്. അങ്ങനെ ആൾക്കാരെ മെനക്കെടുണ്ട് കേട്ടോ. 48 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം എന്നർത്ഥം. അപ്പോഴാണ് നമുക്കൊരു സംശയം വരിക, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്.
സ്ത്രീകളാണ് ഈ പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമയായിട്ടുള്ള ആൾക്കാർ. സ്ത്രീകൾക്കാണ് ഈ പൂജ ചെയ്യാൻ ഏറ്റവും അർഹതയുള്ളതും അവർ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫലം കിട്ടും അവർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോഴെങ്കിലും 48 ദിവസം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആർത്തവത്തിൻ്റെ ഒക്കെ പ്രശ്നം വരില്ലേ? അപ്പോൾ ഈ ആർത്തവത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഈ കർമ്മം തുടങ്ങി നിൽക്കട്ടെ. ഒരു 10-11 ദിവസം ആകുമ്പോഴേക്കും ആർത്തവമായി അവിടെ നിർത്താം. എന്നിട്ടോ ആർത്തവം നിൽക്കുന്ന ദിവസം 7 ദിവസം 8 ദിവസം 3 ദിവസം അങ്ങനല്ല കണക്ക്. ആർത്തവം നിൽക്കുന്ന ദിവസം കുളിച്ച് ശുദ്ധിയായിട്ട് അവിടെ 11 ദിവസം നമ്മൾ ആദ്യം ചെയ്തില്ലേ, 12ാമത്തെ ദിവസം തുടർന്ന് ചെയ്യുക. അത് സ്ത്രീകൾക്ക്. ഇനി മറ്റേതെങ്കിലും കാരണവശാൽ മുടങ്ങി നിൽക്കട്ടെ, ഇങ്ങനെ 11 ദിവസം ചെയ്ത് പെട്ടെന്ന് ഒരു കല്യാണം വന്നു, അന്ന് ചെയ്യാൻ പറ്റുക, കല്യാണത്തിന് നമുക്ക് പോകേണ്ട കാര്യങ്ങൾ കൊണ്ട് വീട്ടുണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും 1 മുതൽ ചെയ്തു വരണം. പക്ഷേ സ്ത്രീകൾക്ക് ഈ ആർത്തവത്തിൻ്റെ കാര്യത്തിൽ ആകുമ്പോൾ ഇത് ദേവീനെ കൂടി ലക്ഷ്മിയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വീഴ്ചയായി കണക്കാക്കില്ല. അതിന് പകരം അതിനെ കണ്ടിന്യൂ ആയിട്ട് ആ ദിവസം മാറ്റി നിർത്തിയിട്ട് അതിനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. കാരണം ഈ ദിവസം ദോഷം ഉണ്ടായിട്ടില്ല. കാരണം ആ സമയം പ്രധാനമായിട്ടും സ്ത്രീകൾ റെസ്റ്റ് എടുക്കേണ്ടതായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ മത്സ്യമാംസാദികൾ കഴിച്ചതാണെങ്കിൽ അത് നമ്മൾ കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി ചെയ്യാം. ഇനി അതല്ല, ഇത് ഈ കർമ്മം നമ്മൾ 48 ദിവസം ചെയ്യേണ്ടല്ലേ, 48 ദിവസവും വ്രതം വേണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വ്രതം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പറ്റാത്ത ആൾക്കാരുണ്ടാവും, അതില്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പൂജ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഭക്ഷണം കഴിക്കാം. അതിനൊന്നും ഒരു ദോഷവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് നമ്മൾ പറഞ്ഞു ലക്ഷ്മി കുബേര പൂജയാണ്. ലക്ഷ്മി ദേവിയെ എല്ലാവർക്കും അറിയാം എന്താണ് എന്ന്, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണെന്ന്. എന്നാൽ കുബേരൻ ആരാണ്? അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കാതെ ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ കാണിക്കാൻ പോകുമ്പോൾ ആ ഡോക്ടർ ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണോ, ENT സ്പെഷ്യലിസ്റ്റാണോ, അല്ല മുതിർന്നവർക്കുള്ളതാണോ, ഇതൊന്നും അറിയാതെ നമ്മൾ ഒരു ഡോക്ടർക്ക് പോകില്ലല്ലോ. അതുപോലെ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണം? അത് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു കുബേരൻ ആരാണ്. ഇതിൽ കണ്ടു കുബേരൻ ഒരു അസുരനാണ് എന്ന്, ഒരു പുസ്തകത്തിൽ കണ്ടതാ. അസുരനല്ല, തെറ്റിദ്ധരിക്കരുത്. കുബേരൻ അതീവ സുന്ദരനാണ്, ദൃഢഗാത്രനാണ്, ആരോഗ്യശാലിയാണ്. എന്ന് വെച്ചാൽ രാവണൻ്റെ ജ്യേഷ്ഠനാണ്. ഈ കുബേരനും രാവണനും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിൽ കുബേരൻ പരാജയപ്പെട്ടിട്ടില്ല, മോഹാലസ്യപ്പെട്ട് വീണിട്ടേ ഉള്ളൂ. അപ്പോഴാണ് അവിടെ നിന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് മറ്റ് ആൾക്കാർ. ഏതായാലും അത്രയും ശക്തിമാനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള കുബേരനാണ്, സമ്പത്തിൻ്റെ ഉടമയാണ്. ആ കുബേരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിന്തിക്കുക, രാവണൻ്റെ ജ്യേഷ്ഠനായതുകൊണ്ട് അസുരനാണെന്ന് പല ആൾക്കാർ ധരിച്ചിട്ടുള്ളത് തെറ്റാണ്. ഈ കുബേരൻ്റെ ശരിയായിട്ടുള്ള ആ പരമ്പര തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നാണ്. ബ്രഹ്മാവിൻ്റെ മകനാണ് പുലസ്ത്യൻ, സപ്തർഷികളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ മകനാണ് വിശ്രവസ് എന്ന് പറയുന്ന ഋഷി. ഈ വിശ്രവസിന് ദേവവർണിനി എന്ന് പേരുള്ള ഒരു സ്ത്രീ, എന്നുവെച്ചാൽ ഭരദ്വാജ മഹർഷിയുടെ പുത്രിയാണ് ദേവവർണിനി. ആ ദേവവർണിനിക്ക് ഇളംബിള എന്നൊരു പേര് കൂടിയുണ്ട്. ഈ ഇളംബിളയുടെ പുത്രനാണ് ആര്? ഈ പറയുന്ന കുബേരൻ. കുബേരൻ എന്ന് അല്ല അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് വൈശ്രവണൻ എന്നാണ്. ഇതേ വിശ്രവസ് മറ്റൊരു വിവാഹം കഴിച്ചു. ഏതാ? കൈകസി. ആ കൈകസിയിലാണ് രാക്ഷസന്മാരായ രാവണനും മറ്റുള്ളവരൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നുവെച്ചാൽ അമ്മ വേറെ, അച്ഛനൊന്ന്. അച്ഛൻ ഋഷിയാണ്, അച്ഛൻ ബ്രാഹ്മണനാണ്. അമ്മ രാവണൻ്റെത് അസുരസ്ത്രീ, അസുരൻ്റെത് മറ്റേത് ദേവവർണ്ണ എന്നുള്ളത് യക്ഷസ്ത്രീകളാണ്. യക്ഷസ്ത്രീ എന്ന് വെച്ചാൽ ആ ഭരദ്വാജൻ്റെ ഭാര്യ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതറിയോ? ഈ കുബേരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ദീർഘകാലത്തെ തപസ്സിന് ശേഷം ഈ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, നിരവധി വരങ്ങൾ കൊടുത്തു. അതിൽ നിന്നാണ് ശംഖനിധി,
പത്മനിധി, പുഷ്പകം എന്ന പേരിൽ 3 വിമാനങ്ങൾ ഈ ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ലോകപാലകരായി ലോകത്തിന് മുഴുവൻ പാലിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാകണമെന്നാണ് ഈ വൈശ്രവണൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് മുതുമുത്തച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, ഈ 3 വാഹനം നീക്ക് ഉപയോഗിക്കുക. കാരണം എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യേണ്ടല്ലേ. അതുകൊണ്ട് ശംഖനിധി, പത്മനിധി, പുഷ്പകം. ഈ പുഷ്പകം പിന്നീട് രാവണൻ തട്ടിയെടുത്തു. പിന്നെ 2 അവിടെ ഉണ്ട്. കൂടാതെ വടക്കിൻ്റെ അധിപനായിട്ട് ഇദ്ദേഹത്തിന് സ്ഥാനം നൽകി. കൂട്ടത്തിൽ യക്ഷന്മാരുടെ രാജാവായിട്ടും കൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യക്ഷന്മാർ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വിഭാഗമുണ്ട്. ഗന്ധർവന്മാർ വേറെയുണ്ട്, കിന്നരന്മാർ വേറെയുണ്ട്, അങ്ങനെ ദേവസുന്ദരികൾ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിൽ യക്ഷന്മാരുടെ അധിപനായിട്ടാണ് ഇദ്ദേഹത്തിന് അവിടെ നിശ്ചയിച്ചത്. അങ്ങനെ ഇതിൻ്റെയൊക്കെ അധിപനായ വടക്കിൻ്റെ അധിപനാവുന്ന സമയത്ത് തന്നെ സമ്പത്തിൻ്റെയും അധിപനാക്കി അവിടെ തീർത്തു അദ്ദേഹത്തിന്, സമ്പത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൂജ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ. സമ്പത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ പൂജ ചെയ്യേണ്ടുന്ന സമയം വൈകിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോധൂളി മുഹൂർത്തം കഴിഞ്ഞിട്ട്. ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ 48 മിനിറ്റ് മുമ്പ് തുടങ്ങും. ആ അസ്തമിച്ച് കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു. അപ്പോൾ ആ 48 മിനിറ്റിന് ശേഷമുള്ള അസ്തമയം കഴിഞ്ഞിട്ടുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു പൂജ ചെയ്യാം. അല്ലെങ്കിലോ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് സരസ്വതി യാമ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 48 മിനിറ്റ് മുമ്പുള്ള സമയം. ഉദിക്കുന്നതിന് 48 മിനിറ്റുള്ള മുമ്പുള്ള സമയത്താണ് സരസ്വതി യാമം. ഈ സമയത്ത് നമ്മൾ ചെയ്താലും വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തമം എന്നറിയാം. ഇനി എന്ത് വേണം, കർമ്മം നമുക്ക് ചെയ്യാം. കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കണം, വളരെയേറെ ശ്രദ്ധിക്കാൻ വേണ്ടി വന്ന് നോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കാണാം, എന്തോ ആവട്ടെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഏതായാലും നമ്മൾ ആ പീഠം അങ്ങോട്ട് വെക്കുക, മരത്തിൻ്റെ പീഠം. ഈ പീഠത്തിലാണ് നമ്മൾ എന്ത് വേണ്ടത്, ഈ ഫോട്ടോകളെല്ലാം നമ്മൾ വെക്കേണ്ടത്. ഏത്, ഈ പീഠത്തിൽ. ഈ പീഠത്തിൽ ഫോട്ടോ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോകൾ ഓരോന്നും ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെയാണ് ഇത് വെക്കേണ്ടത്. വെക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫോട്ടോയുടെ അരികിൽ കുബേരൻ വരുന്ന വിധത്തിൽ വേണം വെക്കാൻ വേണ്ടി. കുബേരൻ്റെ ഫോട്ടോ കൃത്യമായിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ പല ആൾക്കാരും കുബേരൻ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു പ്രതിമയാണ്. ഞാൻ അതും കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇവിടെയാണ് നിങ്ങളിപ്പോൾ കാണുന്ന, ഇതാണ് ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത്. ഇത് കുബേരനല്ല. പല ആൾക്കാരും കുബേര കുബ്ജി എന്നൊക്കെ പറഞ്ഞ് ഇത് വെക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇതുണ്ട്. ഇത് ചൈനീസ് വാസ്തുവാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാഫിംഗ് ബുദ്ധയെയാണ് പലരും കുബേരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ രൂപം ഒന്ന് നോക്കൂ. കുംഭക്കുടലാണ് മൊത്തത്തിൽ, പൊള്ളത്തടിയാണ്, എഴുന്നേറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അത്രയും പ്രയാസമാണ്. ഇദ്ദേഹമാണ് രാവണനോട് യുദ്ധം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ലാഫിംഗ് ബുദ്ധയാണ്. കുബേരൻ ആരോഗ്യദൃഢഗാത്രനാണ്, കഴിവുള്ളവനാണ്, ശക്തിമാനാണ്, ഏതൊരാളുടെ യുദ്ധം ചെയ്യാൻ രാജാവാണ്. അപ്പോൾ കുബേരൻ്റെ ഫോട്ടോ നോക്കൂ എങ്ങനെയാണെന്നുള്ളത്, കണ്ടില്ലേ? ഇതാണ് കുബേരൻ്റെ ഫോട്ടോ. അപ്പോൾ ഈ കുബേരൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ലക്ഷ്മി ദേവിയും കുബേരനും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ആൾക്കാർക്ക് ഞാനത് സംഘടിപ്പിച്ച് തരാം. അപ്പോൾ ഇത് ഫോട്ടോ നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ട് വീട്ടിൽ വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ലക്ഷ്മി കുബേര ഫോട്ടോ വീട്ടിൽ വെച്ചാലും, പിന്നെ മന്ത്രങ്ങളുടെ അതൊക്കെ വഴിയെ വരുന്നുണ്ട്, അതൊക്കെ ജപിച്ചാലും വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത് പീഠത്തിൽ നമ്മൾ ലക്ഷ്മി കുബേര ഫോട്ടോ വെക്കണം. അതിനടുത്തായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ വെക്കണം ലക്ഷ്മി ദേവിയുടെ അരികിലായിട്ട്. പിന്നെയോ അവിടെ തന്നെ നമ്മൾ ഗണപതി ഭഗവാന്റെ ഫോട്ടോ വെക്കണം. പിന്നെ പരമശിവൻ്റെ ഫോട്ടോ വെക്കണം. ഇത്രയും ഫോട്ടോകൾ നമ്മൾ അവിടെ സ്റ്റാൻഡിൽ വെക്കുക. ഈ പീഠത്തിൻ്റെ മുകളിൽ വെക്കണം. ഈ പീഠത്തിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെക്കരുത്, അതിൻ്റെ മുകളിൽ ഒരു പട്ട് വിരിച്ചാൽ ഉത്തമം. ഇനി
പീഠമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ എന്തെങ്കിലും പായോ മറ്റെന്തെങ്കിലും വിരിച്ച് അല്ലെങ്കിൽ ഒരു പലക കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം, നല്ലൊരു തുണി വിരിക്കുക, പട്ട് വിരിക്കുക. പച്ച കളറാണെങ്കിലും ഉത്തമം. അത് നല്ല വൃത്തിയിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ വേണം ഈ ഫോട്ടോസ് എല്ലാം തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫോട്ടോസ് എല്ലാം വെച്ച് അതിൻ്റെ നേരെ താഴെ ഒരു തളിക വെക്കണം, നേരെ മുന്നിൽ. ഏത്, ഈ കുബേരൻ്റെയും ലക്ഷ്മിയുടെയും ഫോട്ടോയുടെ മുന്നിലായിട്ട് ഒരു തളിക വെക്കുകയാണ് ഉത്തമം. ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഓർക്കണം, നെറ്റിയിൽ ഭസ്മം, ആരാ, ശിവൻ, ശിവൻ്റെ പ്രതീക ഭസ്മം. അതിൻ്റെ മുകളിൽ ചന്ദനം, ആരാ, വിഷ്ണുവിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മുകളിൽ കുങ്കുമം, ആരാ, ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ഇത് മൂന്നും നമ്മൾ തൊട്ട് കുളി കഴിഞ്ഞ് ശുദ്ധിയോടുകൂടി ചെയ്യാവൂ. അങ്ങനെ ഇത് മൂന്നും തൊട്ടതിന് ശേഷം വേണം നമ്മൾ കർമ്മത്തിലേക്ക് കടക്കാൻ വേണ്ടി. മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ മന്ത്രം ഞാൻ കുറേ എഴുതിയിടുന്നുണ്ടാവും, നമ്മളിത് പഠിക്കേണ്ട മന്ത്രങ്ങൾ. അപ്പോൾ ഈ മന്ത്രം നമ്മൾ യഥാവിധി ഒരു ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. ആ ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് ചൊല്ലുന്നതിനൊന്നുമില്ല, പക്ഷേ അതിന് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠനായ ഒരു ഗുരുവിൽ നിന്ന് നിങ്ങൾ ഏറ്റുവാങ്ങണം. യഥാവിധി ഒരു ഗുരു ആ മന്ത്രദീക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. അർഹതയുള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചെവിയിലേക്ക് ഓതിക്കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിരവധി ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ഞങ്ങളൊക്കെ വിളിക്കാറുണ്ട്. ഏതായാലും താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവർ സ്വയം ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. പക്ഷെ മന്ത്രത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് ദീക്ഷ സ്വീകരിക്കുന്നതാണ് ഉത്തമം. ഇനി എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, ആ തളികയൊക്കെ അവിടെ വെച്ചു. മറ്റൊരു തളിക അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കണം, അത് ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ആ തളികയിലാണ് നമ്മൾ അരി നിരത്തി വെക്കേണ്ടത്. ഒരു തളികയിൽ എന്തരി, ഉണങ്ങലരിയോ പച്ചരിയോ അതിങ്ങനെ തയ്യാറാക്കി അതും നമ്മൾ എന്ത് വേണം, ഈ കുബേരൻ്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മുമ്പിലുള്ള അവിടെ നമ്മൾ വെക്കുക. ഈ മുന്നിലുള്ള എല്ലാ ഫോട്ടോകൾക്കും എന്ത് വേണം, ഒരു മാല ചാർത്തുക. ഇനി മാല ഇല്ലെങ്കിലോ അതിന് മുന്നിൽ നമ്മൾ പൂക്കൾ സമർപ്പിക്കുക, റോസാപ്പൂവോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കൾ അതിൻ്റെ മുന്നിൽ വെക്കുക. നിലവിളക്ക് കൊളുത്തുക. നിലവിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ തെക്കും കിഴക്കും വടക്കും ഒന്നും നോക്കേണ്ടതില്ല. വെക്കേണ്ടത് കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ഒരു വിളക്കിലെ ഒരു തിരി ഭഗവാന്റെ നേർക്കും ഒരു തിരി ഭക്തൻ്റെ നേർക്കുമാണ് ഇടേണ്ടത്. ഇനി പ്രധാനമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എടുത്തു പറയട്ടെ. ഈ പീഠം വെക്കുന്നുണ്ടല്ലോ, ഈ പീഠം വെക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ജപിക്കാൻ തയ്യാറാകാണ്, പൂജ ചെയ്യാൻ തയ്യാറാകാണ്. പൂജ ചെയ്യാൻ തയ്യാറായ ആൾക്കാർ വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ജപിക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ ഫോട്ടോ വരണം. കിഴക്കോട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഫോട്ടോ വെക്കുക. പടിഞ്ഞാറോട്ട് നോക്കണമെന്നുണ്ടെങ്കിലോ കിഴക്കോട്ട് ഭാഗത്താണ് ഫോട്ടോ വെക്കുക. അപ്പോൾ നമ്മൾക്കിപ്പോൾ വടക്കോട്ട് നോക്കണമെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ തെക്ക് ഭാഗത്തെ ചുമരിനോട് ചേർത്തി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഒന്നും ചിന്തിക്കേണ്ടതില്ല. നമ്മൾ വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാകണം എന്നർത്ഥം. അപ്പോൾ ആ തരത്തിൽ വേണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാല ചാർത്തി. ഇനിയോ കുബേര വിളക്ക് വേണം. എന്താ കുബേര വിളക്ക് എന്നറിയോ? ഒരു തിരി മാത്രം. മൺചിരാത് കണ്ടിട്ടില്ലേ? ഈ മൺചിരാകിന് ഒരു ഭാഗത്തന്നെ തിരിയിടാൻ പറ്റും. അതന്നെ, അത് മൺചിരാകാണെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലോഹത്തിൻ്റെ കിട്ടും, ഓട്ടുപാത്രത്തിൻ്റെ കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട മൺചിരാകായാലും മതി. അപ്പോൾ അത് നമ്മൾ എടുക്കുക. അത് 2 or 3 വേണം കത്തിക്കുക. അത് ഈ പറയുന്ന വിളക്കിലെല്ലാം ഒഴിക്കേണ്ടത് പശുവിൻ നെയ്യാണ്. ഇതിലൊക്കെ ഒഴിക്കേണ്ടത് ആ പശുവിൻ നെയ്യ് ഒഴിച്ച് അത് അങ്ങോട്ട് കത്തിക്കുക. കുബേര വിളക്കിൽ ഒരു തിരി മാത്രം, അത് കുബേരൻ്റെ ഭാഗത്തായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വിളക്ക് വെക്കേണ്ടത് ഈ അരി വെച്ചിട്ടുള്ള തട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അല്ല എങ്കിൽ നമുക്ക് പുറത്ത് എവിടെയെങ്കിലാണെങ്കിൽ അങ്ങനെയും വെക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ചന്ദനത്തിരി ഇങ്ങോട്ട് എടുക്കുക. ആ ചന്ദനത്തിരി എടുത്ത് കത്തിച്ചെടുത്ത് ആദ്യം ഗണപതി ഭഗവാന്റെ മുന്നിൽ ഒന്ന് ഒഴിയുക. പിന്നീട് ഓരോ ശിവൻ്റെ നേർക്ക് ചെയ്യുക. അതുപോലെ വിഷ്ണുവിന് ചെയ്തു,
ദേവിക്ക് ചെയ്ത് അങ്ങനെ എല്ലാവരെയും ഒന്ന് ഒഴിയുക. ഇനി മൊത്തത്തിൽ ഒഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ദോഷമൊന്നുമില്ല. ഓരോ ദേവന്മാരെ ഒഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും വിഷമമില്ല. എങ്ങനെയാണോ നിങ്ങളുടെ ഉചിതമായ തീരുമാനപ്രകാരം അങ്ങോട്ട് ചെയ്യുക. ഇതിന് ശേഷം ആ നെയ്വിളക്കുണ്ടല്ലോ അവിടെ കത്തിച്ച് വെച്ചത്, ആ നെയ്വിളക്ക് എടുക്കുക. ആ നെയ്വിളക്ക് എടുത്തിട്ട് അതേപോലെ ആ ഭഗവാനെ ഒന്നൊഴി. ആദ്യം ഗണപതിക്ക്, ശിവന്, ലക്ഷ്മിക്ക്, വിഷ്ണുവിന്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഗണപതിക്ക് എന്തായാലും ആദ്യം ഒഴിയണം. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും വലിയ ദോഷമൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് ഭക്തിയോടുകൂടി ഒഴിഞ്ഞാലും ദോഷമില്ല. ഇനി എന്ത് വേണം? നിവേദ്യ സമർപ്പണമാണ്. ഈ നിവേദ്യം സമർപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ ആ പഞ്ചപാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരു തുളസിൻ്റെ ഇതെന്തെങ്കിലും എടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂവോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ആ നിവേദ്യത്തിലെല്ലാം ഒന്ന് വെള്ളം കുടയണം കേട്ടോ. ഒന്ന് തളിക്കാമോ നിവേദ്യത്തിൽ. ആ നിവേദ്യം വെക്കുന്ന പാത്രത്തിൽ ഒന്ന് തളിക്കണം. അങ്ങനെ എല്ലാ സ്ഥലത്തും തളിച്ചതിന് ശേഷം വേണം ഈ നിവേദ്യം സമർപ്പിക്കാൻ. നിവേദ്യ സമർപ്പണം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ ഉചിതമായിട്ടുള്ളത് അത് അങ്ങോട്ട് ചെയ്യാം. ഒരു ഇലയുണ്ടെങ്കിൽ ഇലയിൽ വെക്കാം, അല്ലെങ്കിൽ തളികയുണ്ടെങ്കിൽ തളികയിൽ വെക്കാം, അല്ലെങ്കിൽ പാത്രമാണെങ്കിൽ ആ പാത്രത്തിലൊക്കെ വെക്കാം. ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പം പഴങ്ങൾ എന്ന് പറഞ്ഞാൽ വാഴപ്പഴമാകാം, ആപ്പിളാകാം, മുന്തിരിയാകാം, അങ്ങനെ എന്ത് പഴമായാലും ഇന്ന പഴമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അതാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പഴങ്ങൾ വെക്കാം, ഇല്ലെങ്കിൽ അവലും ശർക്കരയും ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്താണ് നിങ്ങളുടെ സൗകര്യമുള്ളത്. ഇതിന് പായസമാണെങ്കിൽ ആ പായസം വെച്ചോളും. ഏതൊരു പൂജ ചെയ്യുമ്പോഴും അത് തടസ്സമില്ലാതെ ശ്രേഷ്ഠമായ വിധത്തിൽ പര്യവസാനം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഗണപതിയെ പ്രീതിപ്പെടുത്തുക. അതല്ലേ നമ്മുടെ ആചാരം. അപ്പോഴെന്ത് വേണം? ഗണപതിയെ സ്തുതിക്കുക ആദ്യം. ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ ഒരു സ്തുതി ചെയ്തതിന് ശേഷം അല്പം പുഷ്പമെടുത്ത് ആ ഗണപതി ഭഗവാന്റെ മുന്നിൽ അർച്ചന ചെയ്യുക. അർച്ചന ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ ഭഗവാനെ സമർപ്പിക്കുന്നതാണ് ഉത്തമം. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മഹാദേവനാണ്, നമ്മുടെ മൃത്യുഞ്ജയനാണ്. ഈ തടസ്സങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഗണപതി ഭഗവാന്റെ പിതാവായിട്ടുള്ള മഹാദേവൻ്റെ പ്രീതി വേണം. എന്നാൽ മാത്രമേ അതിൽ ശക്തിയോടുകൂടി വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ പരമശിവൻ്റെ മഹാദേവൻ്റെ മുന്നിൽ ഇതേപോലെ പുഷ്പമെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കണ്ടല്ലോ, ഇത് ജപിക്കാം. ഇതന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ശിവസ്തുതി നിങ്ങൾക്ക് ജപിക്കാം. ഗണപതിയുടെ ആയാലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം. അടുത്തതാരാ? ധന്വന്തരി മൂർത്തി. ധന്വന്തരി മൂർത്തി എന്തിനാണെന്നറിയോ? ഈ ധന്വന്തരി മൂർത്തിയാണ് ആരോഗ്യ സംരക്ഷണം നടത്തുന്നത്. സാക്ഷാൽ നമ്മളെ സ്ഥിതി ആരാ? മഹാവിഷ്ണു. എന്ന് വെച്ചാൽ നമ്മളെ പരിപാലിക്കുന്നവനാണ് മഹാവിഷ്ണു. അപ്പോൾ ധന്വന്തരി മൂർത്തി ആരാ? നമ്മളെ രോഗദുരിതങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നവൻ. ഈ ലക്ഷ്മി നാരായണ പൂജ, ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ രോഗദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ധന്വന്തരി മൂർത്തിയെ കൂടി സ്തുതിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ഇത് ധന്വന്തരമൂർത്തിയെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്തു. ഇനിയാണ് നമ്മൾ എന്തിലേക്ക് കടക്കുന്നത്? ഇപ്പം നമ്മൾ അവിടെയുള്ള ഗണപതിയെ പ്രാർത്ഥിച്ചു, ശിവനെ പ്രാർത്ഥിച്ചു, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഇനി നമ്മൾക്ക് ഐശ്വര്യമന്ത്രമാണ് ജപിക്കേണ്ടത്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ മന്ത്രം എന്നുകൂടി പറയാം. ഈ മന്ത്രമാണ്
യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഐശ്വര്യത്തെ വരവേൽക്കാനുള്ളത്. ഇത് നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഒരു തവണ അങ്ങോട്ട് ജപിക്കുക. ഓം സർവബാധവിനിർമുക്തോ ധനധാന്യസുധാൻവിധാ മനുഷ്യോ മത്പ്രസാദേൻ ഭവിഷ്യതി ന സംശയാം. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പുഷ്പമെടുത്ത് ആ കുബേരൻ്റെ തൊട്ടടുത്തുള്ള ലക്ഷ്മി ദേവിയുടെ മുന്നിലേക്കാണ് ഈ പുഷ്പത്തിൻ്റെ അർച്ചന ചെയ്യേണ്ടത്. ഈ അർച്ചന കഴിഞ്ഞ ശേഷമാണ് അടുത്ത ഘട്ടം. എന്താണ്? ഇനിയാണ് കുബേര പൂജ. ഇപ്പോൾ ലക്ഷ്മി പൂജയ്ക്ക് അനുസൃതമായിട്ട് നമ്മൾ നടത്തി, അതിനോട് ഇതുള്ളത്. അത് കുബേരന് മാത്രമായിട്ടുള്ള ധനത്തിന് നമ്മൾ ഇതാകാണ്. നമ്മുടെ തടസ്സങ്ങൾ എല്ലാം നീങ്ങി അത് വരാനുള്ളൊരു വഴി തെളിയണ്ടേ, അതിനുള്ളതാണ്. നോക്കൂ എന്താണെന്നുള്ളത്. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാനാധിപതയേ ധനധാന്യസമൃദ്ധി മേ ദേഹി താപയ സ്വാഹ. ഈ മന്ത്രം നമ്മൾ ജപിച്ചാൽ 108 ആവർത്തി ജപിച്ചാൽ എന്താ ഗുണം എന്നറിയോ? കുബേരനെ പോലെയാകും. ഇനി പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ ഒരു നാണയം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഭഗവാന്റെ മുന്നിൽ ഒരു തളിക വെച്ചിട്ടില്ലേ, ആ തളികയിലേക്ക് അങ്ങ് ശബ്ദമുള്ള വിധത്തിൽ അങ്ങോട്ട് ഇടണം. അവിടെ വെറുതെ വെക്കലല്ല, ശബ്ദമുണ്ടാകണം. ആ തരത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുക. രണ്ടാമതും ഇതേ കുബേര മന്ത്രം ജപിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അങ്ങോട്ട് സമർപ്പിക്കുക. മൂന്നാമത് അങ്ങനെ 108 ആവർത്തി 108 നാണയം അവിടെ ഇട്ടു. നമ്മൾ പറയാറില്ലേ, ഓ അവൻ ഭയങ്കര കുബേരനാപ്പാ, നല്ല സാമ്പത്തിക ശേഷിയുള്ളവനാണ്. നിത്യവും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കുബേരനെ പോലെ ആകാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ലോട്ടറി അടിക്കുക എന്നുള്ളതല്ല ഇവിടെ. ലക്ഷ്മി കുബേര പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി അടിച്ച് വലിയ പണക്കാരനാകുമെന്നുണ്ടെങ്കിൽ അതല്ല. കാരണം നമ്മൾക്ക് ഇത്രയും കാലം നമുക്ക് ഏതെങ്കിലും തരത്തിൽ വരവിൻ്റെ സ്രോതസ് ഉണ്ടെങ്കിൽ അത് തടയുന്നുണ്ടെങ്കിൽ ആ തടയുന്നതിനെ തുറന്ന് കാണിക്കും. എന്നിട്ടോ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കി വരുമാനം വരേണ്ടത്, പണം വരേണ്ട മാർഗങ്ങൾ പലതും തെളിഞ്ഞു വരും. പല ഐഡിയകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ നമ്മൾ അതിലേക്ക് എത്തുകയും അതിൽ നിന്നും നമുക്ക് നല്ല വരുമാനം കിട്ടുകയും ചെയ്യും. അല്ലാണ്ട് ഈ മന്ത്രം ജപിച്ച് വീട്ടിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്ക് കൊട്ടക്കണക്കിന് പണം കൊണ്ടുവന്ന് മുമ്പിൽ തട്ടുമെന്ന് വിചാരിക്കുന്നത് തെറ്റ്. എന്താണ്? ഈ ഒരു മന്ത്രം ജപിച്ച് കൃത്യമായി 48 ദിവസം ചെയ്യുന്ന ആൾക്കാർക്ക്, സ്ഥിരമായി ചെയ്യാൻ പറ്റിയ ഉത്തമം, ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, അവർക്ക് എന്തൊക്കെയാണോ തടസ്സമുള്ളത്, ഇപ്പോൾ എവിടെന്നെങ്കിലും ഒരു പണം മറ്റേത് ബ്ലോക്കായി കിടക്കുന്നുണ്ട്, അത് ഓപ്പൺ ആവും. ഇനി അതല്ല, നമ്മൾക്കിപ്പം പഠിപ്പുണ്ട്, ജോലി ഇല്ലാത്ത ആളാണ്, അപ്പോൾ അതുകൊണ്ട് പണിയില്ലാത്തതാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് വരുമാനമില്ല, നിങ്ങൾക്ക് നല്ലൊരു ജോലി ശരിയായി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വരുമാനം വരാനുള്ള മാർഗങ്ങളെല്ലാം തന്നെ തുറന്നു തരും എന്നർത്ഥം. വിൽക്കാൻ പറ്റാത്ത വീടാണ്, അതുകൊണ്ടാണ് നമുക്ക് ജപ്തിയും കാര്യങ്ങളൊക്കെ വന്നിട്ടത്. അത് മംഗളകരമായിട്ട് ആരും വിശ്വസിക്കാത്ത വലിയൊരു സാമ്പത്തികമായിട്ട് അത് വിൽപ്പന നടക്കും. എന്തിനു വരെ പറയുന്നു, ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ, കുരുട്ട് മാർഗമല്ല കേട്ടോ, ശ്രേഷ്ഠമായ മാർഗങ്ങളിലൂടെ നമ്മുടെ എല്ലാ കടങ്ങളും ഇല്ലാതെയാക്കി നമുക്ക് മുന്നേറാനുള്ള ഒരു പ്രകാശം ഭഗവാൻ അവിടെ തെളിയിച്ചു തരും എന്നുള്ളതാണ്. എന്നാൽ ഈ മന്ത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് മൂലമന്ത്രം കൂടിയുണ്ട്. ആ മൂലമന്ത്രം ഞാനിവിടെ പറയുന്നില്ല, അത് ചെവിയിൽ ഊതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മൂലമന്ത്രമോ കാര്യങ്ങളോ അല്ലെങ്കിൽ മന്ത്രം ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ആഗ്രഹമില്ല ആൾക്കാർ വേണമെങ്കിൽ സമീപിക്കാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മറ്റാരെങ്കിലും സമീപിക്കുന്ന അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ സമീപിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഏതായാലും ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടാവും? നല്ല ഉയർച്ചയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല ഉയർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ട് ഉന്നതിയിലേക്ക് എത്തും. ചിലപ്പോൾ അല്പം വിദ്യാഭ്യാസം കുറഞ്ഞുകൊണ്ടായിരിക്കും ഒരു ജോലി പോയിട്ടുണ്ടാവുക. അത് നമുക്ക് എഴുതിയെടുക്കാനും അതിൽ വിജയിക്കാനും ഈ ഒരു മന്ത്രത്തോടു കൂടി നമുക്ക് കഴിയും. അങ്ങനെ ഒരുപാട് നല്ല നല്ല വഴികളിലൂടെ നമുക്ക് ശ്രേഷ്ഠമായ വഴിയിലേക്ക് എത്താൻ പറ്റും. ഇത് പക്ഷെ ചിട്ടയോടുകൂടി ചെയ്യണം. മത്സ്യമാംസാദികളൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർത്തവ സമയത്ത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 108 നാണയങ്ങളും നമ്മൾ അവിടെ സമർപ്പണം നടത്തിയല്ലോ, ഈ ഭഗവാന്റെ മുന്നിൽ സമർപ്പണം നടത്തി. അതിനുശേഷം ഈ നാണയങ്ങൾ 2 കൈയോടുകൂടി ഇങ്ങനെ നമ്മൾ കോരിയെടുത്തിട്ട് അവിടെ ഇടുക. ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇട്ട്, ഇങ്ങനെ എടുത്ത് അങ്ങനെ ഇട്ട് 3 തവണ നമ്മൾ അങ്ങനെ ചെയ്യുക. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ
കർപ്പൂരം ആരതി എടുത്തു. കർപ്പൂരം കത്തിച്ചെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭസ്മമിട്ട ഒരു തട്ടിലോ അല്ലെങ്കിൽ കർപ്പൂര തട്ടിലോ കർപ്പൂരം വെച്ച് സാവധാനത്തിൽ ഇങ്ങനെ ഒഴിയണം. സ്പീഡ് കൂടാൻ പാടില്ല, ഫോട്ടോയോട് അടുപ്പിക്കാനും പാടില്ല. അപ്പോൾ അതിങ്ങനെ സാവധാനത്തിൽ അങ്ങനെ ഒഴിഞ്ഞ് അതും അവിടെ വെക്കുക. എന്നിട്ടോ നമസ്കരിക്കുക. നമസ്കരിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ളൊരു ഇതുണ്ട്, മനസ്സിലുണ്ടായാൽ മതി. ആ മനസ്സിലുള്ള ആ എന്താണോ നമ്മൾക്കുള്ള ബുദ്ധിമുട്ട്, എന്താണോ നമ്മുടെ തടസ്സങ്ങൾ, അതൊക്കെ നീക്കി തരാൻ വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിച്ച് അവിടെ നമസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം, പുരുഷന്മാരാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്കാണ് ഇത് കൂടുതൽ നല്ലത്. സ്ത്രീകൾ ചെയ്യുന്നതാണ് ഉചിതം. പുരുഷന്മാർ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, സ്ത്രീകൾക്കാണ് നല്ലതെന്ന് അർത്ഥം. അവർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ഗുണം കിട്ടുകയും ചെയ്യും. കാരണം സ്ത്രീകളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലുള്ളത്. മാത്രവുമല്ല ലക്ഷ്മി ദേവി തന്നെയാണ് അവൾ. അപ്പോൾ ലക്ഷ്മിയുടെ ഐശ്വര്യം, അവരുടെ മനസ്സ് നന്നായാൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ നന്നാകുമ്പോൾ തന്നെ, അവരുടെ ഉള്ളിലേക്ക് ഈശ്വരീയ ചിന്തകൾ കടക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിലും അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾ ചെയ്യാം. ഇനി രണ്ടുപേർക്കും, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ചിരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തമമായി എന്നർത്ഥം. അപ്പോൾ ഈ വിധത്തിൽ അവിടെ നമസ്കരിച്ചതിന് ശേഷം ഭംഗിയായിട്ട് ആ ഭഗവാൻ ഗണപതിക്ക് അവനെ കൂടി നമസ്കാരം നടത്തി പിന്നീട് എന്ത് വേണം, ഒരു മംഗളശ്ലോകം കൂടി ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക. മംഗളശ്ലോകം എന്ന് പറയുമ്പോൾ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താഴെ കമൻറ്റ് എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ തൊട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണും, അവിടെ എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കുക, കേട്ടില്ലേ. ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു വഴിയില്ല, സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ തൊട്ട് കൊടുക്കുകയും വേണ്ടു. തൊട്ട് കൊടുക്കുമ്പോൾ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സ്ഥിതി, നിങ്ങൾക്ക് ഇതുപോലത്തെ നിരവധി വീഡിയോകൾ കേൾക്കാൻ പറ്റും. ഇതുപോലത്തെ മാത്രമല്ല, നമ്മുടെ നിത്യജീവവുമായി ബന്ധപ്പെട്ട നിരവധി പ്രഭാഷണങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നിരവധി ഒരു ഹിന്ദു അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുവാണെന്ന് നമ്മൾ അഭിമാനിക്കുന്ന ആൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയണ്ടേ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ കാണാൻ കഴിയും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.